ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വത്തിൻ്റെ 15-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 874ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ സിനിമയ്ക്ക് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ വന്നിരിക്കുന്നത് 63 ലക്ഷം രൂപയോളമാണ്. 40,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. 17% സിനിമയുടെ ഓക്യുപ്പൻസി. ഇന്നലെ ഇതേ സമയം 901ഓളം ഷോകളിൽ നിന്ന് 45,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 72,000-ഓളം രൂപയാണ് സിനിമയ്ക്ക് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ വന്നത്. 18% സിനിമയുടെ ഓക്യുപ്പൻസി. വലിയ ഇടിവ് കാര്യങ്ങളൊന്നും നമുക്കില്ല. ഈ ബുധനാഴ്ചയിൽ നിന്ന് വ്യാഴാഴ്ചത്തേക്ക് കടക്കുമ്പോൾ ചെറിയ ഒരു ഇടിവ്, ഒരുപക്ഷെ ഫൈനൽ കളക്ഷനിലേക്ക് വരുമ്പോൾ ആ ഇടിവിന് മുകളിൽ ഒന്നും ഉണ്ടാകില്ല. ഒരുപക്ഷെ ഇന്നലത്തിനേക്കാൾ മുകളിലുള്ള കളക്ഷനിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇതിനോടകം വേൾഡ് വൈഡായിട്ട് സിനിമ 70 കോടിയിലേക്ക് എത്തുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 33 കോടി കടന്നിരിക്കുകയാണ്. 15,000-ന് മുകളിലുള്ള ഷോകളും 20 ലക്ഷത്തോളം ടിക്കറ്റുകളുമാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. എന്തായാലും ഈ ഓണക്കാലത്ത് വന്ന ഒരു ചെറിയ സിനിമയ്ക്ക് ലഭിച്ച വമ്പൻ സ്വീകാര്യത തന്നെയാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമ വേറെ ഏതെങ്കിലും ഒരു നായകൻ്റെ ആയിരുന്നെങ്കിൽ വലിയ ആകേണ്ട സിനിമ തന്നെയാണ്. പക്ഷേ മോഹൻലാൽ എന്ന ഒരൊറ്റ ഫാക്ടർ കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഒരു സൂപ്പർ ഹിറ്റിലേക്ക് എത്തുന്നത്. ബഡ്ജറ്റും കാര്യങ്ങളും വെച്ചിട്ടല്ല, ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും എവർഗ്രീൻ കോംബോ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒരു മലയാളിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമേ അത് തന്നെയാണ് ഇവിടെ തെളിഞ്ഞത്. വലിയ രീതിയിലുള്ള ഒരു സക്സസ്. ചെറിയ ബഡ്ജറ്റാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്, 25 കോടിയോളം. എന്തായാലും സിനിമ ബോക്സ് ഓഫീസിൽ വലിയ സക്സസ്സായി മാറുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം മറ്റൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ 100 കോടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ വർഷം തന്നെ 100 കോടി ചേർന്ന 3ാമത്തെ ചിത്രമാകട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.